ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ 21ാം നൂറ്റാണ്ടിന്റെ ബ്ലൂ പ്രിന്റ് ആണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒമാനിൽ കനത്ത കാറ്റിന് സാധ്യത. മുസന്തമിൽ കള്ളക്കടത്ത് ശ്രമം തടഞ്ഞ് റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് കമാൻഡ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ 21ാം നൂറ്റാണ്ടിന്റെ ബ്ലൂ പ്രിന്റ് ആണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്കത്തിൽ നടന്ന ഇന്ത്യ ഒമാൻ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളുടെയും ദീർഘകാല സൗഹൃദത്തിന്റെയും സംയുക്ത ഭാവിയുടെയും സാക്ഷ്യപത്രമാണ് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറെന്നും മോദി വിശേഷിപ്പിച്ചു. വ്യാപാര തീരുവകൾ കുറയ്ക്കുകയും വിപണി പ്രവേശനം വികസിപ്പിക്കുകയും വിവിധ മേഖലകളിലായി നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കരാറായ CEPA അടുത്ത പതിറ്റാണ്ടുകളിലേക്കുള്ള ഇന്ത്യ ഒമാൻ സാമ്പത്തിക സഹകരണം മാറ്റിമറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പെട്രോളിയം, അരി, യന്ത്രസാധനങ്ങൾ, ഔഷധങ്ങൾ തുടങ്ങി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി വാതിലുകൾ തുറക്കാനും കരാർ ലക്ഷ്യമിടുന്നതായും മോദി പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും ദീർഘകാല സമൃദ്ധിക്ക് കരാർ തന്ത്രപ്രധാനമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. തീരുവ ഒഴിവാക്കലുകൾ ഇന്ത്യൻ കയറ്റുമതിയെ ശക്തിപ്പെടുത്തുകയും ഒമാനിലെ ഊർജ്ജ വ്യവസായ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമായി പ്രവേശിക്കാനും സഹായിക്കുമെന്ന് ഉച്ചകോടിയിൽ സംസാരിച്ച വ്യാപാര വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിക്ക് മടങ്ങി. ഒമാനിൽ കനത്ത കാറ്റിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും തെക്കുകിഴക്കൻ കാറ്റുകൾ സജീവമാകുകയും തുടർന്ന് ഈ കാറ്റുകൾ മിതമായതോ ശക്തമായതോ ആയ വടക്കു പടിഞ്ഞാറൻ കാറ്റുകളായി മാറുമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ദിവസങ്ങളോളം ഇത് തുടരുമെന്നും അറിയിപ്പിൽ പറയുന്നു. മരുഭൂമിയിലും തീരപ്രദേശങ്ങളിലും പൊടിയും മണലും ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാഴ്ച ദൂരം കുറയാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. താപനിലയിൽ വ്യക്തമായ കുറവും അനുഭവപ്പെടുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. മുസന്തമിൽ കള്ളക്കടത്ത് ശ്രമം റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് കമാൻഡ് തടഞ്ഞു. മദ്യവുമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച 3 പേരെയാണ് പിടികൂടിയത്. ഒമാന്റെ സമുദ്രാതിർത്തി ലംഘിച്ച മത്സ്യബന്ധന ബോട്ട് തടഞ്ഞു നടത്തിയ പരിശോധനയിലാണ് കള്ളക്കടത്ത് കണ്ടെത്തിയത്. ഇവ മുസന്തമിലെ കസബിലെത്തിക്കാനായിരുന്നു സംഘത്തിന്റെ ശ്രമം. കസ്റ്റഡിയിലെടുത്ത പ്രതികൾക്കെതിരായ നിയമ നടപടി പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.